വിവാഹം രജിസ്റ്റർ ചെയ്യുന്നവരെ എനിക്കാകെ ഒരു ടെൻഷനാ. എന്തിനു? അല്ല, അത് പിന്നെ വിവാഹം രജിസ്റ്റർ ചെയ്താലല്ലേ വിസ കിട്ടൂ. എങ്ങാനും രജിസ്ട്രേഷൻ ലേറ്റ് ആയാലോ? അയ്യോ ഭഗവാനെ, ലേറ്റ് ആയാൽ മതിയായിരുന്നു. ഒന്നും ലേറ്റ് ആവില്ല. ഒരു കാര്യത്തിനും ഒരു തടസ്സവും ഉണ്ടാവില്ല. ആ, എല്ലാ കാര്യവും രാമകൃഷ്ണൻ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ നമുക്ക് വെച്ച് താമസിപ്പിക്കണ്ട. ഫോട്ടോഗ്രാഫർ ഏട്ടാ, ഫോട്ടോ എടുത്തോട്ടെ. ആയിക്കോട്ടെ. അല്ലച്ചാ, ചെക്കനും പെണ്ണിനും മാലയോ ഹാരയോ വാങ്ങിയില്ലല്ലോ. അതൊന്നും വേണ്ട, എല്ലാം ഫോട്ടോഗ്രാഫർ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അതെ, കാര്യങ്ങളൊക്കെ വേണിച്ചേട്ടൻ പറഞ്ഞു. ഇനിയിപ്പോ മാലയൊക്കെ വാങ്ങാൻ ടൗണിൽ പോയി സമയം കളയുന്ന എന്തിനാ? എനിക്കൊരു അസിസ്റ്റന്റ് പയ്യനുണ്ട്, ഉഗ്രൻ എഡിറ്ററാ. പൂമാലയൊക്കെ അവനെ എഡിറ്റ് ചെയ്ത് കയറ്റിക്കോളും. ചെക്കനും പെണ്ണും ഒന്ന് പോസ് ചെയ്ത് നിന്നാ മതി. ചെക്കനും പെണ്ണൊക്കെ എപ്പോഴാ റെഡി? അളിയ, നിങ്ങളൊന്ന് അടുത്ത് നിന്ന് ചേർന്ന് പ്രിയ മാറ്. ചേർന്ന് കയറിയില്ല കയറിയില്ല. കുറച്ചുകൂടെ. ആ, ചിരിച്ചോണ്ട് എടുത്തോ. ആ, ചിരിച്ചോ. ആ, ഒന്ന് സ്മൈൽ ചെയ്തേ. ആ, റെഡി? ഓക്കെ. ഇനി ഒരു പോസ് കൂടി. അതെന്തിനാ? ഒരു ഫോട്ടോ പോരാ അപേക്ഷ കൊടുക്കാൻ? എന്തായാലും ഫോട്ടോഗ്രാഫർ വന്നല്ലേ അളിയ, പുള്ളി പറയുന്നതൊന്ന് പോസ് ചെയ്. ചെക്കൻ പെണ്ണിന്റെ തോളിൽ കയറ്റ് നിന്നേ. സന്തോഷത്തോടെ ഒന്ന് ചേർന്ന് നിന്നേ. ഏയ്, അതൊന്നും ശരിയാവില്ല. ഇങ്ങനെ നാണിക്കല്ലേ അളിയ. ആ കൈ എടുത്ത് തോളിലോട്ട് ഇട്. നിക്ക് മോനെ. ചെറുതില്ല. ചെറുത്. ഇനി ഒരു പോസ്റ്റ് കൂടെ ഉണ്ടേ. അളിയെ നിർത്തിക്കാൻ വേണം. മുഖത്തോട് മുഖം നോക്കി പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അളിയതേ, ഇതൊക്കെ കുറച്ച് ഓവറാണ് കേട്ടോ. നീ ജയം പറയുന്ന പോലെ നിക്കടാ. ആ, അമ്മേ, ഈ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇത് എന്തൊരു കഷ്ടമാണ്. അളിയ, അച്ഛനെ വിഷമിപ്പിക്കല്ലേ, അറിയാലോ. ശരി, കെട്ടിപ്പിടി. ചേർന്ന് സന്തോഷത്തോടെ. ഇങ്ങോട്ട് നോക്കൂ. റെഡി? ഓക്കെ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ എടുത്താലോ? അത് ശരിയാണല്ലോ. അച്ഛാ, അമ്മയോ, വാ. ചേർന്നില്ല. അടുത്തോട്ട്. രമ്യ വരുന്നില്ലേ? നിങ്ങളുടെ ഫാമിലി ഫോട്ടോ അല്ലേ, ഞാനെന്തിനാ? ഓ, രമ്യ ഞങ്ങളുടെ ഹൗസ് ഓണർ അല്ലേ. ഓ, നിക്കുന്നേ. വേണ്ട. വേണ്ടെങ്കി വേണ്ട, വാ. ചേട്ടാ ഫോട്ടോ എടുക്ക. റെഡി?